സംസ്ഥാനത്ത് ക്രമാതീതമായി ചൂട് കൂടുന്നു. വേനൽ മഴ എത്തിയില്ലെങ്കിൽ കേരളം കഠിന വരൾച്ചയിലേക്കും ചൂടിലേക്കും പോകാനാണ് സാധ്യതയെന്നാണ് വിദഗ്ധർ പറയുന്നത്. ചൂട് കൂടുമ്പോൾ നമ്മളും ആരോഗ്യകാര്യത്തിൽ ഇത്തിരി ശ്രദ്ധ പുലർത്തണം. ധാരാളം വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. ദാഹമുണ്ടാകുന്നതിന് മുൻപ് തന്നെ വെള്ളം കുടിക്കാൻ ശീലിക്കണം. പഴങ്ങൾ, പച്ചക്കറികൾ, ഇളനീർ പോലെയുള്ളവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ORS ലായനി, സംഭാരം എന്നിവയും ഉത്തമം. വസ്ത്രം ധരിക്കുന്നതിൽ പോലും ശ്രദ്ധ വേണം. അയഞ്ഞ ഇളം കളർ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രമിക്കുക. ഇതൊരു പരിധിവരെ സംരക്ഷണം നൽകും. ചൂട് കാലത്ത് ആരോഗ്യ സംരക്ഷണം വളരെ പ്രധാനമാണ്. അമിതമായ കഫീൻ, മദ്യം എന്നിവ ഒഴിവാക്കി ശരീരത്തിന് വിശ്രമം നൽകുന്നതും ചൂടുകാല ആരോഗ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. ഇനിയുമുണ്ട് ചിലത് പറയാനും ഓർമ്മിപ്പിക്കാനും. ഉയർന്ന ചൂട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പകൽ 11 മുതൽ ഉച്ചയ്ക്ക് 3 മണിവരെ സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് അത്ര നന്നല്ല. നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന പാനീയങ്ങൾ ഒഴിവാക്കുക. പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷ ധരിക്കുക. കുട അല്ലെങ്കിൽ തൊപ്പി ഉപയോഗിക്കാൻ മറക്കരുത്. ദീർഘനേരം സൂര്യപ്രകാശമേൽക്കുന്ന ജോലികളുടെ സമയം ക്രമീകരിക്കുക. പ്രത്യേകിച്ചും വഴിയോര കച്ചവടക്കാർ, കർഷകർ, തൊഴിലാളികൾ തുടങ്ങിയവർ. ദീർഘദൂരം യാത്ര ചെയ്യുന്നവരും ഇടവേളകളിൽ വിശ്രമിക്കാൻ ശ്രമിക്കുക. സൂര്യപ്രകാശം നേരിട്ടേൽക്കുന്നത് സൂര്യാതപം, ത്വക്ക് രോഗങ്ങൾ, കാഴ്ചശക്തിയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്ക് കാരണമായേക്കാം. കിടപ്പ് രോഗികൾ, പ്രായമായവർ, ഗർഭിണികൾ, കുട്ടികൾ, ഭിന്നശേഷിക്കാർ, മറ്റ് രോഗങ്ങൾ മൂലമുള്ള അവശത, മറ്റു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ പകൽ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുപരിപാടികൾ, സമ്മേളനങ്ങൾ എന്നിവ നടത്തുമ്പോൾ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമായ കുടിവെള്ളം ലഭ്യമാക്കുക. കഴിവതും രാവിലെയോ വൈകിട്ട് 3 മണിക്ക് ശേഷമോ പൊതുപരിപാടികൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുക. കുട്ടികളെയോ വളർത്തുമൃഗങ്ങളെയോ പാർക്ക് ചെയ്ത വാഹനങ്ങളിൽ ഇരുത്തിപ്പോകാൻ പാടില്ല. ചൂട് കൂടുന്നതിനാൽ തന്നെ തീപിടുത്തത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. സ്ഥാപനങ്ങളും മറ്റും നടത്തുന്നവർ ഫയർ ഓഡിറ്റ് നടത്തുക. സുരക്ഷാ മുൻകരുതലും സ്വീകരിക്കുക. മൃഗങ്ങളെയും പക്ഷികളെയും ഒപ്പം കരുതുക. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ജലലഭ്യത ഉറപ്പാക്കുക. ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടുക. കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ ജാഗ്രതയോടെ പാലിക്കുക. അപ്പോൾ ചൂട് കാലത്ത് കൂളായിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.